മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും. ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ആദ്യമായി നടത്തിയ സമ്പൂർണ്ണ ജൈവ വൈവിധ്യ സർവേയിൽ ഇതുവരെ കണ്ടെത്താതിരുന്ന 63 ഇനം ജീവികളെ കൂടി കണ്ടെത്തി. 43 ഇനം തുമ്പികൾ, 6 ഇനം ചിത്രശലഭങ്ങൾ, 16 തരം പക്ഷികൾ എന്നിവയാണ് പുതുതായി കണ്ടെത്തിയ ജീവജാലങ്ങൾ. വന്യജീവി സങ്കേതത്തിൽ 3 ദിവസമായി നടന്ന സർവേയിൽ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ NGOകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 65 പേർ പങ്കെടുത്തു. 141 ഇനം നിശാശലഭങ്ങൾ, 4 ഇനം ചീവീടുകൾ, 38 ഇനം ഉറുമ്പുകൾ, 5 ഇനം ഈച്ചകൾ, 4 ഇനം മീനുകൾ എന്നിവയുടെ സാന്നിധ്യവും സർവേയിൽ ശ്രദ്ധയിൽപ്പെട്ടു. രാജവെമ്പാല അടക്കമുള്ള ഉരകവർഗത്തിൽപ്പെട്ട നിരവധി ജീവികളെയും സർവേക്കിടയിൽ കണ്ടെത്തി. നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ ട്രോപ്പിക്കൽ എക്കോളജി ആൻഡ് റിസർച്ചും തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും കേരള വന്യജീവി വകുപ്പും സംയുക്തമായി നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. 3 ദിവസമായി നടന്ന സർവേയിൽ ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ NGOകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 65 പേർ പങ്കെടുത്തു. 16 പുതിയ തരം പക്ഷികൾ ഉൾപ്പെടെ ആകെ 187 പക്ഷികളെ സർവേയിൽ കണ്ടെത്തി. യുറേഷ്യൻ പ്രാപ്പിഡിയൻ, മരപ്രാവ്, ചുട്ടിക്കഴുകൻ, പൊടിപ്പൊന്മാൻ, മലമുഴക്കി വേഴാമ്പൽ, കാക്കരാജൻ, പോതക്കിളി, പാറനിറങ്ങൻ എന്നിവയാണ് കണ്ടെത്തിയവയിൽ പ്രധാനപ്പെട്ടവർ. ഇവയെ കൂടാതെ നീലക്കിളി പാറ്റപിടിയൻ, ഇന്ത്യൻ ഗൌളിക്കിളി, നീലഗിരി ചിലുചിലുപ്പൻ, നീലഗിരി ശോലക്കിളി, കരിഞ്ചെമ്പൻ പാറ്റപിടിയൻ എന്നിവയാണ് പക്ഷികളിലെ പ്രധാന മറ്റ് കണ്ടെത്തലുകൾ. ഇതോടെ സങ്കേതത്തിൽ ഇതുവരെ കാണപ്പെട്ട പക്ഷികളുടെ എണ്ണം 239 ഉയർന്നു. 6 പുതിയവ ഉൾപ്പെടെ ആകെ 189 ഇനം ചിത്രശലഭങ്ങളെയും രേഖപ്പെടുത്തി. ഇരുവരയൻ ആട്ടക്കാരി, ചിത്രംഗതൻ, നീലഗിരി നാൽക്കണ്ണി, സിലോൺ പഞ്ചനേത്രി, വെള്ളി അക്വേഷ്യ, നീലി എന്നിവയാണ് പുതുതായി കണ്ടെത്തിയവയിൽ പ്രധാനപ്പെട്ടവർ. ഇതോടെ സങ്കേതത്തിലെ ആകെ ചിത്രശലഭങ്ങളുടെ എണ്ണം 263 ഉയർന്നു. സങ്കേതത്തിൽ പുതുതായി 41 ഇനം തുമ്പികൾ ഉൾപ്പെടെ 51ഓളം തുമ്പികളെയും കാണാനായി. ഇതോടെ സങ്കേതത്തിൽ രേഖപ്പെടുത്തിയ തുമ്പികളുടെ ആകെ എണ്ണം 58 ഉയർന്നു. നാട്ടുമുളവാലൻ, കരിന്തലയൻ മുളവാലൻ, വടക്കൻ അരുവിയൻ, ചെങ്കറുപ്പൻ അരുവിയൻ, കാവിക്കോമരം, പുഴക്കടുവ എന്നിവയാണ് തുമ്പികളിലെ പ്രധാന കണ്ടെത്തലുകൾ. സർവേയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണെന്നും മഴക്കാലത്തിനു ശേഷം തുടർ സർവേ ഉണ്ടാകുമെന്നും കരിമ്പുഴ വൈൽഡ് ലൈഫ് വാർഡനും നിലമ്പൂർ സൗത്ത് DFOയുമായ G ധനിക്ലാൽ പറഞ്ഞു. ഇതൊരു പുതിയ തുടക്കമാണ്. കരിമ്പുഴയുടെ യഥാർത്ഥ ജൈവ വൈവിധ്യം അറിയാൻ ഇനിയും തുടർ പഠനങ്ങൾ ആവശ്യമാണെന്ന് TNHS റിസർച്ച് അസോസിയേറ്ററും കേരള സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡ് മെമ്പറുമായ ഡോക്ടർ കലേഷ് സദാശിവനും ഏറെ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള ഒരു വനമേഖലയാണ് കരിമ്പുഴ. ആദ്യമായാണ് ഇത്തരത്തിൽ വളരെ ശാസ്ത്രീയമായും പരിചയസമ്പന്നരെയും ഉൾപ്പെടുത്തി ഒരു സർവേ നടത്തുന്നതെന്നും മമ്പാട് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും സിറ്റിയർ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ അനൂപ് ദാസും പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. 2020 പഴയ അമരമ്പലം റിസർവ് വനം ഉൾപ്പെടുന്ന ഭാഗങ്ങളെ ചേർത്തുകൊണ്ട് കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമായി കരിമ്പുഴ പ്രഖ്യാപിക്കപ്പെട്ടത്. തെക്ക് തമിഴ്നാടിന്റെ മുക്കുരുത്തി മലമേഖലകളുമായും വടക്ക് കേരളത്തിന്റെ തന്നെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനവുമായും അതിർത്തി പങ്കിടുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിലെ തന്നെ ഒരു പ്രധാന ജൈവ വൈവിധ്യ മേഖലയാണ്. കരുളായി വനം റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ ബൈജു, അംജിത്, അഭിലാഷ്, സ്റ്റിയർ ഭാരവാഹികളായ സുഭാഷ് പുളിക്കൽ, ബെർണാഡ് M തമ്പാൻ, ശബരി ജാനകി, ബ്രിജേഷ് പൂക്കോട്ടൂർ എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി. TNHS റിസർച്ച് അസോസിയേറ്റ് ഡോക്ടർ കലേഷ് സദാശിവൻ, വിനയൻ P നായർ, ബൈജു, VM അനില എന്നിവർ ഡാറ്റകൾ ക്രോഡീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.